ഗോപി ഓന്ത് അമ്മാവാ ആ എന്താ ഇവിടെ നിക്കുന്നേ? അകത്തേക്ക് വന്നേ. അല്ല തുളസി, നമ്മൾ വന്നപ്പോ അയാൾ നന്നായിട്ടാ സംസാരിച്ചത്. അതിനുശേഷം പിന്നെ എന്താ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയേ? അത് പിന്നെ അമ്മാവ രാവിലെ മുതൽ ജോലി ചെയ്യായിരുന്നില്ലേ, അതിലൊരുപാട് ക്ഷീണിച്ച് ചെറിയൊരു തലകറക്കം വന്നതാ. തലകറക്കം വന്നാൽ ഇങ്ങനെ വായി തോന്നിയ പോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നാണോ? തുളസി, ഈ രവീന്ദ്രൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അമ്മാവ അത് ചേട്ടന്. അയ്യോ അയ്യോ, ഗുരുജി പറഞ്ഞത് മുത്തശ്ശി അത്ര സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണോ? 3 വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുക. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ തന്നെയാ. ഇങ്ങനെയോ? ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? തമാശക്ക് പറഞ്ഞതായിരിക്കും. ചില സമയങ്ങളിൽ അദ്ദേഹം സീരിയസ് ആയിട്ടാണോ പറയുന്നത് അതോ തമാശയായിട്ടാണോ പറയുന്നതെന്ന് എനിക്ക് തന്നെ ഡൗട്ട് അടിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ദത്തനെ പറഞ്ഞു പറ്റിച്ചു എന്നാണോ പറയുന്നത്? പക്കയായി പറ്റിച്ചു എന്ന് ഞാൻ പറയും. ഇതാ നോക്ക്, എല്ലാത്തിനും നമ്മുടെ ഇവിടെ അടുത്തുള്ള ഗണപതി കോവിലിൽ നിന്ന് തകിട് പൂജിച്ചു തരും. അത് വാങ്ങിക്കൊണ്ടുവന്ന് കെട്ടിക്കൊടുക്ക്, എല്ലാം ശരിയാവും. നിന്റെ ഭാര്യയോട് കൂടി ഒന്ന് പറഞ്ഞേക്ക്. ശരി മുത്തശ്ശ, ഞാൻ പറയാം. എന്ത് പറ്റി? ഇല്ല മുത്തശ്ശ, ഞാനത് ഓർത്ത്. നിനക്ക് ഒരെണ്ണം കെട്ടേണ്ടി വരുമെന്ന് തോന്നുന്നു. ഒന്ന് കെട്ടിയല്ലോ, ഇനി ഒന്നും കൂടെ കെട്ടണോ? താലിയല്ല, തകിട് ജപിച്ചത്. ശരി മുത്തശ്ശ, ഞാനും ഗുരുവും കൂടെ പോയി കഴുത്തിലൊന്ന് 2 കൈയിലും കൂടെ കെട്ടിട്ട് വരാം. ഉറക്കം തൂങ്ങി. അതിരിക്കട്ടെ, കുറച്ചു മുമ്പ് നിങ്ങൾ എന്നെ ഓന്തെന്ന് വിളിച്ചില്ലേ? എന്ത് ധൈര്യത്തിലാ നിങ്ങൾ അങ്ങനെ വിളിച്ചത്? അയ്യോ ക്ഷമിക്കണം, ഞാൻ ചില സമയങ്ങളിൽ തമാശയ്ക്ക് എന്തേലുമൊക്കെ പറയും. നിങ്ങള് ഈ ദത്തനെ തന്നെ പറഞ്ഞു പറ്റിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വയോജന സംഘത്തിൽ അംഗമാകുന്നതിന് എല്ലാ യോഗ്യതകളുമുണ്ട്. എപ്പോഴാ അങ്ങോട്ട് വരുന്നത്? ഞങ്ങളുടെ ലാഭം ക്ലബിലേക്ക് പരിശ്രമിക്കാം, കഴിവതും നാളെ തന്നെ വന്നേക്കാം. ഒന്നും സ്വമേധയാ നടക്കുന്നതല്ല, നമ്മൾ തന്നെ തീരുമാനിച്ച് നടപ്പിലാക്കണം. നിങ്ങള് ഞങ്ങളുടെ ഉറക്കം തൂങ്ങിയ പോലെ മടിയനായി പോകരുത്. മുത്തശ്ശ, ഇപ്പൊ അതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു മിനിറ്റ്, ഇതാ വരുന്നേ. ഇനി ഒരു 15 മിനിറ്റിനകത്ത് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. എനിക്ക് നമ്മുടെ രമാകാന്തന്റെ വീട്ടില് ഒരു പ്രശ്നം പറഞ്ഞു തീർക്കാനുണ്ട്. ശരി അമ്മാവാ. ഞാൻ വിചാരിച്ചതുപോലെ എല്ലാം നടന്നിരുന്നെങ്കിൽ കല്യാണ സമയത്ത് തന്നെ ഇത് സ്ത്രീധനമായി കൊടുക്കാതിരുന്നതാ. എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നേ? ഈ ദത്തനോട് തന്നെ സ്ത്രീധനത്തെയും സ്വത്തിനെയും പറ്റിയൊക്കെ സംസാരിക്കുന്നു അല്ലേ? എന്റെ കുടുംബത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയൂ? സ്നേഹത്തോടെയാണ് നിങ്ങൾ വിളിച്ചതെന്ന് കരുതി വന്നപ്പോ അപമാനിച്ചു വിടാൻ ശ്രമിക്കാണോ? തുളസി, വാ പോവാം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. ഇവിടെ നിന്നാൽ ഈ ദത്തനായിരിക്കില്ല. അയ്യോ ക്ഷമിക്കണം, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. പ്ലീസ്, ഞാൻ തൊഴുതു പറയുക, ഇരുന്നാട്ടെ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, വയസ്സായി, എപ്പോ എന്തു നടക്കുമെന്നറിയില്ല. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിങ്ങൾ ഇനിയും ദീർഘകാലം ജീവിക്കും. നമ്മളൊക്കെ 100 വയസ്സ് വരെ ജീവിക്കും അങ്ങ് വിചാരിക്കേ. ആഗ്രഹമുണ്ട്, പക്ഷെ ആരോഗ്യം അനുവദിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ആരോഗ്യം ഉള്ളപ്പോഴേ എൻ്റെ സ്വത്തുക്കൾ മക്കളെ ഏൽപ്പിച്ചാൽ എനിക്ക് സമാധാനമാവും. അതിനുശേഷം അവർ കോടതി കേസെന്നൊന്നും പറഞ്ഞ് നടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ പറഞ്ഞത്. അതല്ലാതെ നിങ്ങളെ അപമാനിക്കണം എന്നുള്ള ചിന്ത എനിക്കില്ല. എല്ലാം എഴുതി കൊടുത്തിട്ട് നിങ്ങൾ പിന്നെ എന്ത് ചെയ്യാൻ പോവാ? നട റോഡിൽ വന്ന് നിൽക്കുവോ?
വയസ്സായ കാലത്തും ഇച്ചിരി കാശ് കയ്യിലിരിക്കണം. അതല്ലെങ്കിൽ നല്ല മക്കൾ കൂടെ ഉണ്ടാവണം. കാശ് കയ്യിലുണ്ടെങ്കിൽ അതിനു വേണ്ടിയായിട്ടാണെങ്കിലും മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതാ, ഇത് ഭദ്രമായിട്ട് അകത്ത് വെച്ചോളൂ. അല്ല, മതി. ഇനി ഇതിനെപ്പറ്റി യാതൊരുവിധ സംസാരവും വേണ്ട. അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ പറയാം. നിങ്ങൾക്കിത് കൊടുത്തേ തീരൂ എന്നാണെങ്കിൽ നിങ്ങളുടെ കാലശേഷം ഇത് മക്കളുടെ കയ്യിൽ എത്തിച്ചേരണമെന്ന് ഒരു ബില്ലെഴുതി വെച്ചാൽ മതി. നിങ്ങളുടെ കാലം വരെ ഇതെല്ലാം നിങ്ങളുടേത് മാത്രമാണ്. നല്ലത് ചെയ്ത് ജീവിക്കണമെന്നുള്ള കാര്യം സത്യമാ. എന്നാൽ അത് നടുറോഡിൽ എത്തിക്കുന്ന അവസ്ഥയിൽ വരെ ചെന്നെത്തരുത്. ചേട്ടാ, അമ്മാവൻ പറഞ്ഞത് അവസാനത്തെ തീരുമാനം. ഞങ്ങളുടെ അഭിപ്രായം അത് തന്നെയാ. അതുകൊണ്ടുപോയി അകത്തേക്ക് വെക്ക്. എന്റെ മോള് സത്യത്തിൽ ഭാഗ്യം ചെയ്തവളാ. സമാധാനായിരിക്കണം. കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം. മരുന്ന് കഴിക്കാനും മറക്കരുത്. സമയമാവുന്നു. മാധവൻ സാർ അമ്മയ്ക്ക് വേണ്ടി അതെന്റെ തന്നുവിട്ടത്. ക്രീം റോൾ എന്നൊരു പുതിയ ഡിഷ് സാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി അദ്ദേഹത്തെ ഫോൺ ചെയ്ത് പറയാൻ നമ്പർ തന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ഞാൻ ആ നമ്പർ തരാം, മറക്കാതെ വിളിക്കണേ. പൊന്നു വന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ഫോൺ ചെയ്തിരിക്കണം. പക്ഷെ ഫോൺ ചെയ്ത് എന്ത് സംസാരിക്കാനാ? ഹലോ മാധവൻ സാർ, സാറ് കൊടുത്തുവിട്ട ക്രീം റോൾ നന്നായിട്ടുണ്ടായിരുന്നു. ഞാനാ ശ്രീയുടെ അമ്മായിയമ്മ, സാറിന്റെ വലിയ ഫാനാ. ഹലോ മാധവൻ സാർ, സാറ് കൊടുത്തുവിട്ട ക്രീം റോൾ നന്നായിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ആരാന്ന് പറയണല്ലോ. ഞാൻ ശ്രീയുടെ അമ്മായിമ്മയാ, സാറിന്റെ വലിയ ഫാനാ. സാറ് കൊടുത്തുവിട്ട ക്രീം റോള് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഹലോ, ആരാ? ഹലോ, ക്രീം റോളെ മാധവൻ സാർ നന്നായിട്ടുണ്ട്. ഹലോ ഹലോ തുളസി, എന്താ മാവാ? എനിക്ക് ഇന്ന് കുറച്ച് നേരത്തെ കിടന്നുറങ്ങണമെന്നുണ്ട്. നീ ചെന്ന കിടക്കയൊക്കെ വിരിച്ച് റെഡിയാക്കിയിട്. ശരി മാവാ. പച്ചക്കറികൾ ഇതൊന്നും ഫ്രിഡ്ജിൽ വെക്കാതെ ഇവിടെ എടുത്ത് വെച്ചിട്ട് വെറുതെ ചീത്തയാക്കി കളയാനാ? അയ്യോ, ആരാ ഇത്? മാധവൻ സാറെന്നാണല്ലോ പറഞ്ഞത്. ഫോണും കട്ടായി പോയി. അങ്ങോട്ട് വിളിച്ചാലോ? ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? കിടക്കുന്നു. ഫോൺ ചെയ്തത് നിങ്ങള്, എന്നിട്ട് എന്നോട് ഞാൻ ആരാന്ന് ചോദിക്കുന്നു നിങ്ങള്. ഹലോ, അല്ല, ഈ നമ്പറിൽ നിന്ന് എനിക്കൊരു കോൾ വന്നിരുന്നു. എനിക്ക് മനസ്സിലായി.
ഈ നമ്പറിൽ ഇങ്ങോട്ട് കോള് വന്നു എന്ന് പറയും. അവസാനം ലോൺ ശരിയായിട്ടുണ്ട്, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തരൂ എന്നൊക്കെ പറയും. നിങ്ങളുടെ ഫോണിൽ ഒരു നമ്പർ വന്നിട്ടുണ്ട്, അതൊന്ന് പറയൂ എന്നൊക്കെ പറയും. അല്ല ഞാൻ നിങ്ങളെന്താ ഞാനൊരു പൊട്ടനാണെന്ന് വിചാരിച്ചിരിക്കുകയാണോ? നിന്നെ പോലെ എത്ര എണ്ണത്തിനെ ഞാൻ കണ്ടിരിക്കുന്നു. ഹലോ, നോക്കൂ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്കൊരു തെറ്റിദ്ധാരണയും വന്നിട്ടില്ല. അതുകൊണ്ടല്ലേ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത്. വെച്ചിട്ട് പോടാ ഫോണ്. അല്ല ഇനി വീണ്ടും വീണ്ടും നീ ഇങ്ങോട്ട് ഫോൺ ചെയ്തോണ്ടിരുന്നാൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് നിന്നെ പിടിച്ച് അകത്താക്കി കളയും. നോക്കൂ, എന്റെ മരുമകൾ ഒന്നും അറിയാത്ത ഒരു കുട്ടിയാണെന്ന് കരുതി അവളുടെ നമ്പറിലേക്ക് ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണല്ലേ? ഞാനെടുത്തത് കൊണ്ട് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചേനെ. നോക്കൂ ചേട്ടാ, ഞാൻ അത്തരക്കാരനല്ല. നീ എങ്ങനെയുള്ളവനാണെന്ന് നിന്റെ ശബ്ദം വെച്ചുകൊണ്ട് ഞാൻ കണ്ടുപിടിക്കുന്നവനാണ്. വെക്കടാ ഫോൺ അവിടെ. അല്ല പിന്നെ താങ്ക് യു രാമു. എങ്ങനെയുണ്ട് മഹേഷ്? നിനക്കപ്പോ 7 വയസ്സ് കാണുമായിരിക്കും. അച്ഛൻ്റെ അടുത്ത് ഇതുപോലൊരു ഗ്രാമഫോൺ ഉണ്ടായിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ? അത് നിനക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛൻ നിന്നെ അതിൽ തൊടാൻ സമ്മതിക്കാത്തതുകൊണ്ട് നീ ആരും കാണാതെ പോയി അതിൽ നിന്ന് PB ശ്രീനിവാസന്റെ പാട്ടുകൾ കേൾക്കുമായിരുന്നു. അച്ഛൻ വരുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാനായിട്ട് ഞാൻ പുറത്ത് കാവൽ നിൽക്കുമായിരുന്നു. ഇനി ആ നാളുകളൊന്നും തിരിച്ചു വരില്ല. നോക്ക്, നിന്റെ പാട്ടുകൾ തന്നെയാ, ഈ ഗ്രാമഫോണും നിന്റെയാ. ഇതെല്ലാം എന്റേതാണെന്ന് പറയാൻ വേണ്ടിയെങ്കിലും ഒന്ന് എഴുന്നേൽക്കും. ഇന്നലെ ഞാനിത് ഓർഡർ ചെയ്തപ്പോ നിനക്ക് സർപ്രൈസായി തരാമെന്നാ വിചാരിച്ചേ. പക്ഷെ നിന്റെ കണ്ണുകൾ കൊണ്ട് ഈ സർപ്രൈസ് കാണാൻ കഴിയുന്നുണ്ടോ? ഒരിക്കലും ഇത് കാണാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നുന്നതേട്ടാ. ഇത് സർപ്രൈസ് ഒന്നുമല്ല, ഷോക്കിംഗ് ആയിട്ടാ തോന്നുന്നത്. ഏട്ടൻ മാത്രമാണ് ഇദ്ദേഹത്തിന് ഗുണപ്പെടുമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ ശർമ്മളെ, ഞാൻ ഇപ്പോഴും അത് തന്നെയാ പറയുന്നത്. നമ്മളിങ്ങനെ എപ്പോഴും ഇവനോട് നോർമലായി സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവൻ ഉറപ്പായും സുഖം പ്രാപിക്കും. സ്നേഹം കൊണ്ട് ഏത് അസുഖത്തെയും നമുക്ക് ഭേദമാക്കാൻ കഴിയും. ഏട്ടന് ഇനി എത്ര ജോലി ഉണ്ടെങ്കിലും ഇത്തവണ ഞാൻ ഏട്ടനെയും കൊണ്ടേ പോവുള്ളൂ പത്മിനിയമ്മ. പൂർണിമ, പൂർണിമ, നാളെ ആദിക്ക് നല്ല ജോലി തിരക്കുണ്ടാവില്ലേ? നിനക്ക് നാളെ സ്കാനിങ്ങിന് പോണ്ടേ? എന്നോടാ കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞിരിക്കുന്നത്. നാളെ രാവിലെ റെഡിയായി നിൽക്ക്. സാരമില്ല ചെറിയമ്മേ, ഞാൻ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഏട്ടനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുപോയിക്കോളാം. അതല്ല പൂർണിമേ, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അവൻ നിന്റെ കൂടെ വരാന്ന് ഉറപ്പായിട്ടും പറയുമായിരുന്നില്ലേ? എന്നാ നീ ഒരു കാര്യം ചെയ്യ് പൂർണിമ, ഏട്ടൻ ഫ്രീ ആണെങ്കിൽ അദ്ദേഹത്തിന് കൂട്ടിക്കൊണ്ടു പോ. അങ്ങനെ ചെയ്തൂടെ? അല്ല ശർമ്മളെ. ഓ, ബിസിയാണെന്നാണോ പറയുന്നേട്ടാ? ബിസി ആയതുകൊണ്ടൊന്നുമല്ല. ബിസിയാണെങ്കിലും മകളുടെ കാര്യത്തിൽ ഫ്രീ ആവുന്നത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ആദിത്യൻ... അത്രയുള്ളോ?
അവൻ ഈ കാര്യം അറിയാതെ ഞാൻ നോക്കിക്കോളാം. ഏട്ടൻ എന്തായാലും പോയിട്ട് വാ. ശരി പൂർണിമ, നീ റെഡിയായി നിൽക്കണം. ഹലോ ചേട്ടാ, കഴിച്ചായിരുന്നോ? ആ കഴിച്ചു. ഉച്ചയ്ക്ക് നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോ ഒറ്റയ്ക്ക് കഴിക്കുന്നത് വലിയ പ്രയാസമാണ്. വീട് മുഴുവൻ ശൂന്യമായിരിക്കുക. ചേട്ടാ, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചേട്ടനെ കാണാൻ അങ്ങോട്ട് വരാം. ചേട്ടനെ ഞങ്ങളെ കാണണം തോന്നുമ്പോഴൊക്കെ വീട്ടിൽ വരാലോ. ഗുളിക കഴിച്ചോ ഇല്ലയോ? ആ, ഗുളിക കഴിച്ചു. ഗുളിക കഴിച്ചപ്പോ നിങ്ങളോട് ഒരു സഹായം ചോദിക്കാമെന്ന് കരുതി. അതിനുവേണ്ടിയാ വിളിച്ചേ. എന്റെ അടുത്തുനിന്നോ? എന്താന്ന് പറയൂ ചേട്ടാ. നാളെ എനിക്ക് ചെക്കപ്പ് ഉണ്ട്. എന്റെ അസുഖത്തിന്റെ വിവരം നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. നാളെ എന്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? ഞാനോ? ചേട്ടാ, പച്ചക്കറി മാർക്കറ്റും അമ്പലവും അല്ലാതെ ഞാൻ വേറെ ഒരിടത്തും പോയിട്ടില്ല. ഞാൻ ചേട്ടന്റെ കൂടെ വന്നാല് ചേട്ടനത് സഹായമാവോ? കൂടെ ഒരാൾ ഉണ്ടെന്നുള്ളത് മനസമാധാനം കിട്ടുന്നതല്ലേ. അങ്ങനെയാവുമ്പോ അതൊരു ഉപകാരമല്ലേ? അതും സത്യം തന്നെ. പക്ഷേ കഴിഞ്ഞ തവണയും ഞാൻ ഒറ്റയ്ക്കാ പോയത്. അടുത്ത തവണ വരുമ്പോ ഫാമിലിയിലെ ആരെയെങ്കിലും കൂടി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാ നിങ്ങളോട് ചോദിച്ചത്. ഹോസ്പിറ്റലിന്റെ അഡ്രസ്സ് നിങ്ങളുടെ മൊബൈലിലേക്ക് അയക്കട്ടെ. രാവിലെ വന്നാ മതി. ശരി ചേട്ടാ, ചേട്ടനൊന്നും വിചാരിക്കണ്ട, ഞാൻ വന്നോളാം. ശരി. ഇപ്പൊ ചേട്ടൻ സമാധാനായിട്ട് ഉറങ്ങും. ശരി. എന്താ അമ്മ ഇത്? ഇതുവരെയായിട്ടും കിടന്നില്ലേ? രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതല്ലേ? ഉച്ചയ്ക്കാണെങ്കിൽ റെസ്റ്റ് എടുക്കില്ല. ഇല്ല, ഞാൻ ഇപ്പൊ പോയി ഉറങ്ങും. മോള് പൊയ്ക്കോ. നിനക്ക് വെള്ളം വേണോ? വെള്ളം വേണം. എന്നാ അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. പറയൂ പൊന്നു. അമ്മേ, ഞാൻ നാളെ മുതല് വീണ്ടും ബുക്ക് സ്റ്റോളിലേക്ക് പോവാന്ന് വിചാരിക്കുക. എന്നെ കൊണ്ടാവുന്ന പണിയെല്ലാം തീർത്തു വെച്ചിട്ട് പോവാം. അത്രേ ഉള്ളോ? ഞാനും പറയാനായിട്ട് ഇരുന്നതാ. കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചാ പറയാതിരുന്നത്. നീ അവിടെ പോയാൽ നിന്റെ അച്ഛനൊരു സഹായാവും. വീട്ടിൽ തന്നെ ഇരുന്നാ നിനക്കും ബോറാവില്ലേ? താങ്ക്സ് അമ്മേ. അമ്മയ്ക്ക് എത്ര വേഗം എന്നെ മനസ്സിലായി. മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു പൊന്നു? എന്റെ വീട്ടിലെ മരുമകളായതിനു ശേഷം ഞാൻ പറയുന്നതേ കേൾക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. നീ പഠിച്ച കുട്ടിയാ. നിനക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇല്ലേ? നിനക്ക് എന്താണോ ആഗ്രഹം അത് ചെയ്യ്. പക്ഷെ ഈ കാര്യത്തെപ്പറ്റി അമ്മാവനോടൊന്ന് സംസാരിക്കണം. അമ്മാവന്റെ അഭിപ്രായം ചോദിക്കാം. കേട്ടോ പൊന്നു? ശരി അമ്മേ. രക്ഷപ്പെട്ടു. അവസാനം എന്റെ ബോസിന് ഈ പാവത്തിനോട് കുറച്ചെങ്കിലും കരുണ തോന്നിയല്ലോ. വെറുതെ ഓരോന്ന് പറയല്ലേ. രാവിലെ മുതൽ ഞാൻ ആരുടെ കൂടെയായിരുന്നു? അതെ അതെ മാഡം, നിങ്ങളുണ്ടല്ലോ. രാവിലെ മുതൽ എന്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടേ അടുത്തുള്ള കാക്കകളൊക്കെ കാക്കാന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ശരി ശരി. വീണ്ടും ഇതേ കാര്യം തന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണോ? അതോ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ തുളസി,